ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവർ എല്ലാവരും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇതിപ്പോൾ ഞാൻ ബീഫിൻ്റെ മറ്റൊരു റെസിപ്പി ആയിട്ട് വന്നിന്, ബീഫ് വിന്താലു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ മസാല ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നെ ഞാനിതാ അതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതാ ഞാൻ വെള്ളുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതാ ഇഞ്ചി എടുത്തിന്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ കെത്തൻ ഗ്രാമ്പ് എടുത്തിന്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി അതും ഇട്ട് കൊടുത്ത്, ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കശ്മീരി ചില്ലി പൗഡർ എടുത്തിന്, അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നു. നല്ല മുളകിൻ്റെ പൊടി എടുത്തിന്, പെപ്പർ പൗഡർ, അപ്പോൾ അതും ഞാൻ ഇട്ടതിലേക്ക്. അപ്പോൾ പിന്നെ ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതാ ഞാൻ കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നു ഇതിലേക്ക്. പിന്നെ ഇതാ ഞാൻ പുളി തണ്ണിലിട്ട് വെച്ചിന് ഞാൻ, അപ്പോൾ അതിന് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു ഹാഫ് ലെമൺ എടുത്തിന്, അപ്പം അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ ഇതാ നമുക്കിനെ അടിച്ചിട്ടെടുക്കാം മിക്സിയിൽ. അങ്ങനെ ഇതാ ഇത് മിക്സിയിൽ ഞാൻ അടിച്ചിട്ടെടുത്ത്. അപ്പോൾ ഇതാ ബീഫ് ഞാൻ വാഷാക്കിയിട്ടല്ല വെച്ചിന് ഞാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ടിട്ട് ഫുള്ള് പരട്ടിയിട്ട് വെക്കാം, മസാല പരട്ടി വെക്കാം. നല്ലോണം പരട്ടയിലേക്ക് നമുക്ക് മസാല നല്ല പിടിപ്പിക്കാം. അപ്പം ഞാൻ മസാല എല്ലാം ഇട്ടതിലേക്ക് അതിന് നല്ലോണം ഇത് നല്ല വെലിക്കട്ട് ഇറച്ചിലേക്ക് ഈ മസാല. അപ്പോൾ അത് ഞാനൊരു 4 എൽത്തിരി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് മൂടിയിട്ട് വെക്കുന്നു ഞാൻ. അപ്പോൾ അത് ഞാനിപ്പോൾ കുക്കർ വെച്ച് ഈ കുക്കറിലേക്ക് ഞാൻ കുറച്ചും എണ്ണ ഒഴിച്ച് കൊടുക്കാം കുക്കറിലേക്ക്. എന്നിട്ട് ഇതാ നീറിലിട്ട് കൊടുക്കുന്നു. നല്ലോണം ഫ്രൈ ആക്കി കൊടുക്കാം. ഞാനിത് ഒരു നീറുള്ളി എടുത്തിന്. അപ്പോൾ ഇതാ ഇത്ര ഫ്രൈ ആയെങ്കിൽ മതിയാവും. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇറച്ചി ഉണ്ടല്ലോ നമ്മൾ പരട്ടി വെച്ചത്, അപ്പോൾ അതിനെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനിയിപ്പോൾ ഞാൻ 2 ടൊമാറ്റോ എടുത്തിന്, 2 ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതാ ഒരു കായ്മുളകും. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. ടൊമാറ്റോ എല്ലാം കുറച്ച് നല്ല വേവായിട്ട് നല്ല മിക്സായിട്ട് ഇട്ടിട്ട് അവിടത്തോളം ഞാനിങ്ങനെ മിക്സ് ആക്കുന്നു. അപ്പോൾ ഇത് നല്ല ടൊമാറ്റോ എല്ലാം നല്ല മിക്സായിട്ട് വഴന്നു. എന്നിട്ട് ഇതിലേക്ക് തണ്ണി ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത് കുക്കർ ഞമ്മൊന്ന് മൂടി വെച്ചിട്ട് ഇറച്ചി വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചി ഇത് വെന്ത് നമുക്ക് ഇത് റെഡി ആയിന്. ഇനിയിപ്പോൾ നമുക്കിലേക്ക് കൊത്തമ്പാരി ചുപ്പിട്ട് കൊടുക്കാം. എല്ലാവരും ഒരിക്കൽ ട്രൈ ആക്കി നോക്കി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.